കളുടെ പ്രിയ നടനാണ് ജഗദീഷ്. നായകനായും സഹനടനായും വില്ലനുമായുമെല്ലാം അദ്ദേഹം കയ്യടി നേടിയിട്ടുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ എഴുത്തുകാരനായും സംവിധായകനായും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കോമഡി വേഷങ്ങളിലൂടെയാണ് ജഗദീഷ് മലയാള സിനിമയിലെ ജനപ്രിയനായി മാറുന്നത്. ഇപ്പോഴിതാ തൻ്റെ കരിയറിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്തും കയ്യടി നേടുകയാണ് ജഗദീഷ്. ഇന്ന് ജഗദീഷിൻ്റെ പുതിയ വേർഷനാണെന്നാണ് ആരാധകർ പറയുന്നത്. ജഗദീഷ് 2.0 എടുക്കാലം. ഓൺ സ്ക്രീനിൽ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ജഗദീഷ്. എന്നാൽ ഓഫ് സ്ക്രീനിലെ ജഗദീഷ് കളി മാത്രമല്ല, കാര്യവുമുള്ള ആളാണ്. അധ്യാപകൻ്റെ കൃത്യത്വം വ്യക്തയും ജീവിതത്തിൽ പുലർത്തുന്നുണ്ട് ജഗദീഷ്. തൻ്റെ നിലപാടുകളിലൂടെയും അദ്ദേഹം പുതിയ കാലത്തും നിറസാന്നിധ്യമായി തുടരുകയാണ്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത വേദനയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ്. തൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചാണ് ജഗദീഷ് സംസാരിക്കുന്നത്. വനിതയിൽ എഴുതുന്ന ഓർമ്മക്കുറിപ്പിലൂടെയാണ് ജഗദീഷ് അച്ഛനെ ഓർക്കുന്നത്. ആ വാക്കുകൾ 25 വർഷം കഴിഞ്ഞുവെങ്കിലും മറക്കാനാവാത്ത ദുഃഖമാണ് അച്ഛൻ്റെ മരണം. ആ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അമേരിക്കയിൽ ഷോയിലായിരുന്നു. ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങളില്ല. വിദേശത്ത് കോൾ കിട്ടാൻ തന്നെ പ്രയാസം. മരിച്ചു ഒരു ദിവസം കഴിഞ്ഞാണ് വിവരമറിയുന്നത്. സംസ്കാരം അപ്പോഴേക്കും നടന്നു, ജഗദീഷ് പറയുന്നു. സിദ്ദീഖ് ലാൽമാനും മുകേഷും രാജൻ പി ദേവും കാവേരിയുമൊക്കെയുള്ള ഷോ ആയിരുന്നു അതെന്നാണ് ജഗദീഷ് പറയുന്നത്. തീരാൻ 10 ദിവസം കൂടെ ബാക്കിയുണ്ടായിരുന്നു. താൻ തിരികെ പോന്നാൽ എല്ലാവരെയും അത് ബാധിക്കുമായിരുന്നുവെന്നും ജഗദീഷ് പറയുന്നു. താൻ തിരിച്ചു വന്നാൽ അത് സ്പോൺസർമാരെ വഞ്ചിക്കുന്നത് തുല്യമാകുമെന്നും ജഗദീഷ് പറയുന്നു. ആ സമയത്ത് തനിക്ക് ധൈര്യം തന്നത് സഹോദരങ്ങളാണെന്നും താരം പറയുന്നു. സഹോദരങ്ങൾ ധൈര്യം തന്നു. എന്നെ തങ്കു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. തങ്കു വിഷമിക്കേണ്ട, എല്ലാത്തിനും ഞങ്ങളുണ്ട്. ഷോ പൂർത്തിയാക്കി വന്നാൽ മതി. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും കാണികളെ ചിരിപ്പിച്ചു ഷോ പൂർത്തിയാക്കി. 16-ാം ദിവസം തിരിച്ചെത്തി ബാക്കി ചടങ്ങുകൾ തീർത്തു. ഇന്നും അതൊരു വേദനയാണ്. അവസാനമായി കാണാനായില്ലല്ലോ, ജഗദീഷ് പറയുന്നു. ജീവിതത്തിലെ നഷ്ടങ്ങളും വേദനകളും താൻ മറക്കുന്നത് നല്ല വേഷങ്ങൾ തേടി വരുമ്പോഴാണെന്ന് ജഗദീഷ് പറയുന്നത്. പിന്നെ തിരക്കൊന്നുമില്ലാതെ കൊച്ചുമക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണെന്നും താരം പറയുന്നു. ഓണത്തിന് തിയേറ്ററുകളിലേക്കെത്തിയ കിഷ്കിന്ധ ഘടം, അജയൻ്റെ 2ാം മോഷണം എന്നീ സിനിമകളിൽ ജഗദീഷ് പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. ഇരു ചിത്രങ്ങളും മികച്ച വിജയമായി മാറുകയും ചെയ്തിരുന്നു. ഈ വർഷം ജഗദീഷ് അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. നിരവധി സിനിമകളാണ് ജഗദീഷിൻ്റെതായി അണിയറയിലുള്ളത്.